ഒരു പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് വരെ പരാതി നൽകി കേസെടുപ്പിച്ച വ്യക്തിയാണ് പ്രസാദ് കുഴിക്കാല. എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മുന്നിൽ നിന്ന ഈ സംരക്ഷണ സമിതിയുടെ സ്വന്തം തട്ടകം അത്ര വെടിപ്പുള്ളതാണോ? റാന്നി തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന പേരിൽ പ്രസാദ് കുഴിക്കാല നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംശയത്തിന് നിഴലിലാണ്. സൊസൈറ്റി രജിസ്ട്രേഷൻ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വർഷങ്ങളായി റിട്ടേണുകൾ സമർപ്പിക്കാതെ ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഹൈക്കോടതി അഭിഭാഷകൻ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. സോഷ്യൽ മീഡിയയിൽ തരംഗമായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെ പ്രസാദ് കുഴിക്കാല പരാതി നൽകിയതോടെയാണ് ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം. ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പരിഹസിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഇപ്പോൾ തിരിഞ്ഞുകുത്തുന്നത് പ്രസാദ് ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന റാന്നി തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ വിശ്വാസ്യത തന്നെയാണ്. ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പത്തനംതിട്ട ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച രേഖകളാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം പ്രസാദ് കുഴിക്കാലയുടെ സംഘടന കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിയമപരമായി യാതൊരു രേഖകളും ഫയൽ ചെയ്തിട്ടില്ല. എന്താണ് ഈ രേഖകൾ പറയുന്നത്? നമുക്ക് നോക്കാം. റിട്ടേണുകളിലെ വീഴ്ച. 1955 തിരുക്കൊച്ചി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ സംഘടന 2019-20 കാലഘട്ടം വരെയുള്ള വാർഷിക റിട്ടേണുകൾ മാത്രമാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. 2020-21 മുതൽ ഇതുവരെയുള്ള ഒരു റിപ്പോർട്ടും അധികൃതർക്ക് മുന്നിൽ എത്തിയിട്ടില്ല. അവസാനം നൽകിയ റിപ്പോർട്ട് പ്രകാരം പ്രസാദ് കുഴിക്കാല സെക്രട്ടറി സ്ഥാനത്താണുള്ളത്. എന്നാൽ സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ നിലവിലെ ഭാരവാഹികളെക്കുറിച്ചോ യാതൊരു സുതാര്യതയുമില്ല. സാധാരണഗതിയിൽ 3 മാസത്തിൽ കൂടുതൽ ഇത്തരം വീഴ്ചകൾ വരാൻ പാടില്ല എന്നിരിക്കെ വർഷങ്ങളോളം റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്നത് സംഘടനയുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. നിയമം കയ്യിലെടുക്കാനും മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാനും ഇത്രയും ആവേശം കാണിക്കുന്ന ഒരു സംഘടന സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ എന്തുകൊണ്ടാണ് ഇത്രയും അലംഭാവം കാണിക്കുന്നത്? അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഉന്നയിക്കുന്നത് വളരെ ഗൗരവകരമായ ചില ആരോപണങ്ങളാണ്. ഈ സംഘടന യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ, അതോ വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? പ്രസാദ് പറയുന്ന മറ്റ് ഭാരവാഹികൾ യഥാർത്ഥത്തിൽ ആരാണ്? അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഇവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഒരു സംഘടനയാകുമ്പോൾ അതിന് കൃത്യമായ പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് ചെയ്ത കണക്കുകളും ഉണ്ടാകണം. എന്നാൽ പാരഡി ഗാനത്തിനെതിരെ പട നയിച്ചവർ സ്വന്തം വീടിന്റെ അസ്ഥിവാരം ഇളകുന്നത് അറിഞ്ഞില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. പിഴയൊടുക്കി ഈ രേഖകൾ സമർപ്പിക്കാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാതെ ഒളിച്ചുകളി നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിന് പിന്നിൽ വല്ല സാമ്പത്തിക ഇടപാടുകളോ മറ്റ് നിഗൂഢമായ ലക്ഷ്യങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നതാണ്. വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ രംഗത്തിറങ്ങുന്നവർക്ക് ആ വാക്കിനോട് എത്രത്തോളം നീതി പുലർത്താൻ കഴിയുന്നുണ്ട്? ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രസാദ് കുഴിക്കാലയുടെ സംഘടനയുടെ കാര്യത്തിൽ ഈ പോലീസ് മേധാവിയും രജിസ്റ്റർ ഓഫീസും എന്ത് നടപടി സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വന്തം പക്ഷക്കാരനായതുകൊണ്ട് ഇനി വല്ല ഇളവുമുണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭാരവാഹികളുടെ വിവരങ്ങളും രേഖകളും പുറത്തു വരുമെന്നാണ് സൂചന. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു പാട്ടിനെതിരെ കേസ് കൊടുത്തവർ ഇത്തരത്തിൽ നിയമപരമായ വീഴ്ചകൾ വരുത്തുന്നത് ശരിയാണോ?